മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എടി മഞ്ജു, നിൻ്റെ അമ്മ കൊണ്ടുവന്ന ആഭരണങ്ങളാണ് കേട്ടോ ഇട്ടത്. പക്ഷേ ഇപ്പോൾ ഒന്നും കുഞ്ഞിന് സംഭവിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജുവിന് ആകെ മൊത്തം കലി കയറുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു പറയും, ആ മതി, ഇനി ചേച്ചിയുടെ അമ്മ കൊണ്ടുവന്ന ആഭരണങ്ങൾ ഇടണം, അതഴിച്ച് വെച്ചിട്ട് എന്ന് പറയണം കേട്ടോ. പിന്നീട് എല്ലാവരെയും നിർത്തിയിട്ട് കണ്ണൻ എല്ലാവരോടും വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ഒരേ ചൊറിച്ചിലായിരിക്കും കേട്ടോ. എന്താടാ, ഒന്നും അറിഞ്ഞില്ലല്ലോ, വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അവർ പറഞ്ഞപ്പോൾ എന്തായാലും സമയമായി, എന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരേ ചൊറിച്ചിലുമാണ്. അതേ സമയത്തായിരിക്കും ഒരു ഓട്ടോറിക്ഷയിലെ മോഹിനി വരും കേട്ടോ. മോഹിനിയെ കണ്ടതും മുത്തശ്ശി ഇങ്ങനെ പറയും, അയ്യോ ഇതെന്താ ഇപ്പോൾ അവൾ വരേണ്ട സമയമില്ലല്ലോ, ഇവള് അവിടെ കരഞ്ഞിരിക്കേണ്ട ആളാണല്ലോ, ഇപ്പോൾ അവൾ വന്നിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം മോഹിനി ഇങ്ങനെ ചിരിച്ചു കൊണ്ട് വരികയാണ് കേട്ടോ. എന്തായി, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ ചോദിക്കും. ആ, ആഘോഷങ്ങളൊക്കെ ഗംഭീരമായി, ദുർഗ കൊടുത്തയച്ച ആഭരണങ്ങളാണ് കുഞ്ഞിനിട്ടത്, അതേപോലെ തന്നെ നൂലുകെട്ടും എല്ലാം കഴിഞ്ഞു, സദ്യയൊക്കെ കഴിച്ചു എന്നിങ്ങനെ പറയും കേട്ടോ. ആ, പിന്നെ ഒരു കാര്യമുണ്ടായി, അവിടെ ഒരു സ്വാമി വന്നിരുന്നു, ഭയങ്കര സിദ്ധയായിട്ടുള്ള ഒരു സന്യാസിനിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അയാൾ ആകാശത്തിൽ നിന്നും ഭസ്മമൊക്കെ എടുത്തിട്ടാണ്, അതേപോലെ മോള് നല്ലൊരു മോളാണെന്നും പറഞ്ഞു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപ് ഇങ്ങനെ പറയുന്നത് വല്ല കള്ള സന്യാസിനിമാരായിരിക്കും എന്നിങ്ങനെ പറയേ, ഒന്നുമല്ല, നല്ലൊരു സന്യാസിനിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് ഭസ്മമൊക്കെ എടുത്ത് കുട്ടിയെ ആശീർവദിക്കുകയും ചെയ്തു, ദൈവം പറഞ്ഞാച്ച പോലെയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മോഹിനി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കൂടി പറയും, മോനെ, ആ സ്വാമി വന്നത് സത്യം തന്നെയാണ് കേട്ടോ, ഒട്ടുപാല് പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷെ അയാൾ ഭസ്മം വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മരിക്കുന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്താ ഒന്നും സംഭവിക്കാത്തത്, ഇനി ആ കുഞ്ഞിനും വല്ല ദൈവിക ശക്തി ഉണ്ടോ, എനിക്കറിഞ്ഞൂടാ മോനെ, എന്തെന്നെ സംഭവിക്കുന്നുള്ളത് എനിക്കറിയില്ല, നമ്മളെ എപ്പോഴെന്ത് ചെയ്താലും അത് നമുക്ക് വിപരീതമായിട്ടാണ് വരുന്നത്, മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും നമുക്ക് വിപരീതമായിട്ട് വരുന്നത്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എൻ്റെ മോളുടെ കാര്യം വെച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ, അല്ലാതെ വേറെ ഒരു കാര്യമില്ല, അവളിതൊക്കെ എങ്ങനെ സഹിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ കരയണ പോലെ പറയുകയാണ്. പിന്നീട് ഉണ്ണിയുടെ അടുത്തേക്ക് കരുണ വരികയാണ് കേട്ടോ. കരുണ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അയ്യോ ഇന്ന് എന്തായാലും അവിടെ നൂലുകെട്ട് ആഘോഷിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും, അത് കാണാനുള്ള ശക്തി എനിക്കില്ല, അതിനു മുമ്പ് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. സന്തോഷത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, മതി, നീ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഭയങ്കര സന്തോഷമാകും, അതെന്തായാലും വേണ്ട, അത് കഴിഞ്ഞതിന് ശേഷം സന്തോഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിനെങ്ങനെ, എനിക്കൊരു കഴിവുകെട്ട ഭർത്താവല്ലേ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ വന്നത്, പിന്നെ അന്ന് ഞാൻ ആ വേദന, ഉണ്ണിയേട്ടൻ്റെ കാല് മുറിഞ്ഞ വേദനയായിരുന്നില്ല എനിക്ക്, അങ്ങേര് നടന്നു വന്ന ആ വേദന, അതൊരിക്കലും പറഞ്ഞ ഒരാൾക്ക് അറിയാൻ മനസ്സിലാക്കില്ല, അത്രയും ഹൃദയവേദനയായിരുന്നു എനിക്ക് എന്നിങ്ങനെ പറയും കേട്ടോ. എന്ത് ചെയ്യാം, അങ്ങേരെ ഞാൻ അന്ന് ആ വിഷവാതകത്തെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ്, ആ മാർക്കും എനിക്കിട്ട് തന്ന പണിയാണ്, ഇല്ല എങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ആകില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം അവർ തമ്മിൽ തർക്കിക്കുകയാണ് കേട്ടോ. ഉണ്ണിയും കരുണയും കൂടിയിട്ട് തർക്കിക്കുകയാണ് കേട്ടോ. അവസാനം കരുണ പറയുന്നുണ്ട്, ഇനി ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആഘോഷം നടത്തും, എനിക്കത് കാണാനുള്ള ശക്തിയില്ല, ഞാൻ എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. നിനക്ക് ശക്തി, അതെല്ലാം കാണാനുള്ള ശക്തി ഉണ്ടാകണം, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ ഇരുന്നത് കരുണേ, അതുകൊണ്ട് നീ അതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഉണ്ണിയെ ദേഷ്യത്തോടു കൂടി ദേഷ്യപ്പെട്ടിട്ട് കരുണ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതേസമയം ഒട്ടുപാലും സ്വാമിയും കൂടിയിട്ട് ഒരേ ചൊറിച്ചിലാണ് കേട്ടോ. ചൊറിച്ചിൽ നിൽക്കണേ ഇല്ല, ഇത് എന്ത് പറ്റിയതാടാ എന്ന് പറയണം. നീ ആ ബാക്കി പൈസയുടെ കാര്യം ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ആ പൈസയുടെ കാര്യം ചോദിച്ചിട്ടില്ല, ഏതായാലും ഈ ചൊറിച്ചിൽ കഴിയട്ടെ, അതിനുശേഷം ചോദിക്കാമെന്ന് പറയുമ്പോൾ തന്നെ പ്രതാപം ഫോൺ ചെയ്യണം കേട്ടോ. അയ്യോ ഞങ്ങൾക്ക് വയ്യ, എന്താ ഈ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ചൊറിഞ്ഞിട്ട് വയ്യ എന്ന് പറയും കേട്ടോ. അതേപോലെ തന്നെടാ ഇവിടെ തന്നെ ഞങ്ങളും ചൊറിച്ചിൽ തന്നെയാണ് എന്നിങ്ങനെ പറയണം, ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന വഴിയായിരുന്നു, എന്തായാലും കാര്യം ഇപ്പം നടക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. എന്ത് കാര്യം നടക്കുന്നതാണ് പറയുന്നത്, അതൊരു കള്ളസ്വാമി ആയിരിക്കും, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ സ്വാമി പറയണ്ടേ, ഇല്ല, ആ ഭസ്മം ശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കുഞ്ഞു മരിക്കും, എന്തായാലും നടക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം
ഫോണ് വെക്കുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്ത് കാര്യം ചെയ്താലും അവളുടെ കാര്യത്തിൽ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവുള്ളൂ. അവസാനം നമുക്ക് സങ്കടം അവർക്ക് സന്തോഷവും മാത്രമാണ്. അവർ സന്തോഷമായിട്ട് ആഘോഷിച്ചിട്ട് വന്നിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ കരഞ്ഞിരിക്കേണ്ടവളാണ്, അവളും കൂടി ഇവിടെ വന്നിരിക്കണം. എന്തിനാ പ്രതാപ ഇങ്ങനെ നിൽക്കുന്നത്? ആ കുഞ്ഞിനും എന്തോ ദൈവിക ശക്തി ഉണ്ട് തോന്നുന്നു, അതാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പരിതപിക്കുകയാണ് കേട്ടോ. അവർക്കിതൊന്നും അല്ല പ്രശ്നം. അവർക്ക് കരുണയുടെ സങ്കടം സഹിക്കാൻ വയ്യ. മഹിയും കുഞ്ഞും അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ മോളിത് സഹിക്കും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് മുത്തശ്ശിക്കും പ്രതാപനും വിഷമം കേട്ടോ. അതേസമയം വരുമ്പോൾ തന്നെ ലേഖ വിഷമത്തോടു കൂടി നിൽക്കണം കേട്ടോ. ലേഖയുടെ അടുത്ത് കണ്ണങ്ങനെ പറയണം, ഇതാ ഞാൻ കുഞ്ഞിനെ എന്തായാലും കൊണ്ടുപോകണില്ല കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ലേഖ പറയും, കണ്ണേട്ടാ എന്തായാലും ഓണത്തിന് കണ്ണേട്ടൻ കൊണ്ടുപോകുമല്ലോ, പിന്നെ ഇപ്പം എന്താണ് എന്ന് ചോദിക്കും. ഓണത്തിന് ഇനി കുറച്ച് ദിവസമുള്ളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയും, എടി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ടേ, പിന്നെ ഞാനും എൻ്റെ കുഞ്ഞും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണ്ടേ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണുമോ, എന്തും ചെയ്യാലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്ത് പറയാം, അത് സാരമില്ല, അത് ശരി തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും വന്ന് കൊണ്ടുപോവുക, ഒന്ന് കാണാനോ അല്ലെങ്കിൽ കാണാനുള്ള അവസരം ഉണ്ടാകുമല്ലോ, അതൊന്നും സാരമില്ല, അതൊരു വിഷമം ഉണ്ടാകും അവൾക്ക്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞോളാം കണ്ണാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അനന്തും ഇങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിൻ്റെ കൂടെ സാമീപ്യം ഉണ്ടെങ്കിൽ ആ ശരീരവും മനസ്സും എല്ലാം ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിക്കും, അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മഹിയും പറഞ്ഞു, അത് ഞങ്ങൾക്കറിയുമല്ലോ, പിന്നെ എന്താണ് എന്നിങ്ങനെ പറയണം, നിനക്ക് കുഞ്ഞുണ്ടാകും, ഒരു വിഷമവും വേണ്ട എന്ന് പറയണം കേട്ടോ. അതിനുശേഷം യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. നൂലുകെട്ട് അതിഗംഭീരമാക്കി തന്നതിന് എല്ലാവരോടും നല്ല ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണൻ യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. പിന്നീട് മഹി പറയും, ലേഖേ നീ വിഷമിക്കേണ്ട, കാരണം ഈ കുഞ്ഞ് നിൻ്റെയും കൂടെ കുഞ്ഞാണ്. ഞാൻ ഒന്നും ആഗ്രഹിക്കാതെയാണ് കണ്ണേട്ടനെ കല്യാണം കഴിച്ചത്. കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കണം എന്ന് ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഒരു നല്ല ദാമ്പത്യം കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സ്ഥിതിക്ക് എനിക്കിതാ ഇപ്പോൾ ഒരു കുഞ്ഞും എല്ലാമായി, അതുപോലെ എല്ലാ കാര്യവും നിനക്കാവും. പിന്നെ ഈ മോൾക്ക് ഏതായാലും ശരി, ഒരമ്മയല്ല രണ്ടമ്മയാണ്, അവൾ നിന്നെ അമ്മയെ എന്ന് വിളിച്ചോട്ടെ, രണ്ടമ്മയും അച്ഛനുമാണ്, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനു മുമ്പ് കണ്ണൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് കാണാമെന്നിങ്ങനെ പറയട്ടെ. അതേപോലെ തന്നെ മഹിയും പറയണം കേട്ടോ. ഇതിൽ കൂടുതൽ ഇനി എന്താ പറയേണ്ടത് എന്ന് പറയുന്നത് ലേഖയ്ക്ക് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് കണ്ണൻ അവിടെ വന്ന് അമ്പലത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് കരുണ കാണുക കേട്ടോ. കരുണയ്ക്ക് ആകെ അന്തം വിടുക കേട്ടോ. ഇതാ ഇയാളിവിടെ വന്നിരിക്കുന്നു, അവരെ ഒന്നും കാണാനില്ലല്ലോ എന്നിങ്ങനെ കരുണ പറയണം കേട്ടോ. അതേസമയം ദുർഗയുടെ അടുത്ത് പോയിട്ട് കണ്ണൻ കണ്ടതും ദുർഗ ഓടി പോവുകയാണ് കേട്ടോ. മോനെ എന്തായി എന്ന് ചോദിക്കുക. അമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെ അമ്മയുടെയാണ് എല്ലാം ഞാൻ ഇട്ടത്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. പക്ഷെ അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കരുണ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.